ഹായ്, എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. പുൾമിയപ്പ് കേക്ക് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യണമെന്ന് കാണാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം 1/2 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു നുള്ളു ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ഉപ്പും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കുക. തരിയൊന്നുമില്ലാതെ നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് ഒന്ന് സ്പൂണിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ബൗളിൽ 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. അതിലൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് സ്പീഡിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒന്ന് പതഞ്ഞ് വരണവരെ ഫസ്റ്റ് സ്പീഡിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്യുക. ഇനി നമുക്ക് സെക്കൻഡ് സ്പീഡിലിട്ട് ഒന്ന് നല്ലപോലെ ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ 1/2 കപ്പ് പഞ്ചസാരപ്പൊടി കുറച്ചായിട്ട് തട്ടി ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. 2-3 പ്രാവശ്യമായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒറ്റയടിക്ക് തട്ടാതെ കുറച്ചായിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം ഓയിൽ ഒഴിച്ച ശേഷം ഒറ്റ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യാവൂ. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചായിട്ട് ഇട്ട ശേഷം ഇതേപോലെ മെല്ലെ ഫോൾഡ് ചെയ്ത് എടുക്കുക. അതിനുശേഷം ടൈറ്റ് ആകുമ്പോൾ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുക. ഇതിപ്പോൾ 1 ടേബിൾ സ്പൂൺ പാലാണ് ഒഴിച്ചത് ഇവിടെ. എന്നിട്ട് ഇതേപോലെ റൗണ്ട് ചെയ്ത് മെല്ലെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇട്ട ശേഷം നമ്മൾ മെല്ലെ റൗണ്ട് ചെയ്ത് എടുക്കുക. അതുപോലെ മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ പാലും കൂടി ഒന്ന് ഒഴിച്ചിട്ട് ഇതേപോലെ മെല്ലെ നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുക. ഓവർ സ്പീഡിൽ മിക്സ് ചെയ്യരുത്. നമ്മൾ ഓവർ മിക്സിങ് ആയി കഴിഞ്ഞാൽ കേക്ക് വരത്തില്ല. ഇത് 1/2 ഇഞ്ച് കേക്ക് ടിന്നാണ് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഈ ബാറ്റർ ഫുള്ള് ഒന്ന് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നല്ലപോലെ ഒന്ന് 2-3 പ്രാവശ്യം ടേപ്പ് ചെയ്ത് കൊടുക്കുക, ബബിൾസ് കളയാൻ വേണ്ടിയിട്ട്. 200 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 150 ഡിഗ്രി ആകിയ ശേഷം നമ്മൾ 25 മിനിറ്റ് വെച്ച് ബേക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. ആ ശേഷം നമുക്ക് മോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ മോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 3 ലെയറായിട്ട് ഇത് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് കേക്ക് ചെയ്ത് തുടങ്ങാം. ഇത് ഫസ്റ്റ് ലെയർ എടുത്ത ശേഷം ഇതേപോലെ ഒരു ലിഡ് വെച്ച് റൗണ്ട് ചെയ്ത് കൊടുക്കുക. ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒരു ലിഡ് എടുക്കുന്നത്. അതിനുശേഷം നമ്മളെ സൈഡ് കട്ടാവാതെ ജസ്റ്റ് ഒന്ന് നോക്കി കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ നമുക്ക് 2 ലെയറും കൂടി കട്ട് ചെയ്തെടുക്കാനുണ്ട്. നമുക്ക് കേക്ക് ചെയ്ത് തുടങ്ങാം. ഒരു പ്ലേറ്റ് എടുത്ത ശേഷം ഇതേപോലെ ഫസ്റ്റ് ഒന്ന് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്ത് കൊടുക്കുക. ക്രീമിൻ്റെ ടോപ്പിൽ ലെയർ വെച്ച ശേഷം നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഷുഗർ സിറപ്പ് ഫുള്ളും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചുറ്റും ഇതേപോലെ റൗണ്ട് ചെയ്ത് ഐസ് ചെയ്തെടുക്കുക. ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓറഞ്ച് കോമ്പൗണ്ട് ടോപ്പിലിട്ട് കൊടുക്കുക. വൈറ്റ് ചിപ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് ലെയർ ഇതേപോലെ വെച്ച് സെയിം പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത ശേഷം റോസ്റ്റ് ചെയ്യുക. ഓറഞ്ച് കോമ്പൗണ്ട്, വൈറ്റ് ചിപ്സ്. തേർഡ് ലെയറും സെയിം പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക. കേക്ക് ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് 1 മണിക്കൂർ സെറ്റ് ചെയ്തെടുക്കുക. ഇവിടെ നമ്മൾ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് ഡബിൾ ബോയിൽ ചെയ്തെടുത്താണ്. ഇതിലേക്ക് നമ്മൾ 1/4 കപ്പ് ഓറഞ്ച് കോമ്പൗണ്ട് ഇട്ട ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ 1 ടീസ്പൂൺ ബട്ടറും കൂടി ഇട്ട ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആവുന്നവരെ ഏകദേശം ആ ഒരു പരുവമായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ആദ്യം ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുക്കുക. എന്നിട്ട് കേക്കിന് ചുറ്റും ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്ത ശേഷം മേളിലും താഴെയായിട്ട് സെലോ ടേപ്പ് ഇട്ട് ഒട്ടിച്ചെടുക്കുക. ഇത് വിപ്പിംഗ് ക്രീം ഒഴിക്കുമ്പോൾ പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇവിടെ ഒരു റിബണും കൂടി കെട്ടിക്കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല കെട്ടിക്കൊടുക്കണമെന്ന്. ഇനി വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. കുറച്ചായിട്ട് ചുറ്റും കവർ ചെയ്യുക. കേക്കിന് ചുറ്റും ക്രീം പുറത്തു പോകാതിരിക്കാൻ മെല്ലെ ഒഴിക്കുക. ഫുള്ളും കവർ ചെയ്ത ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗുഡ് ഡേ ബിസ്ക്കറ്റ് അത് ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. ബിസ്ക്കറ്റ് ഏത് വേണമെങ്കിലും ഇടാം, കുഴപ്പമില്ല. എന്നിട്ട് ടോപ്പിൽ വൈറ്റ് ചിപ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കവറിനെ ലിഫ്റ്റ് ചെയ്തെടുക്കാം. മെല്ലെ സ്ലോയിലായിട്ട് മെല്ലെ ലിഫ്റ്റ് ചെയ്തെടുക്കാവൂ. സ്പീഡിൽ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ കേക്കെല്ലാം പുറത്തേക്ക് പോകും. മെല്ലെ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ആ ക്രീം എല്ലാം കൂടി അതിലേക്ക് ഒഴുകി നമ്മളുടെ കേക്ക് ഫുള്ള് സെറ്റായിട്ട് നിൽക്കും. നമ്മളുടെ പുൾമിയപ്പ് കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതാണ് നമ്മളെ കേക്കിൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക്. കേക്ക് കാണാൻ തന്നെ നല്ല സൂപ്പറായിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം കേക്കിന് ചുറ്റും നല്ല കവർ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലിഫ്റ്റ് ചെയ്തെടുക്കുമ്പോൾ മെല്ലെ ലിഫ്റ്റ് ചെയ്തെടുക്കുക. ഒരു സ്പൂണ് കൊണ്ട് ഇതേപോലെ ഒന്ന് സ്കൂപ്പ് ചെയ്തെടുത്ത് കഴിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.